ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്ത ഒരു ഫുഡിൻ്റെ കോമ്പിനേഷൻ ഉണ്ട്. ഏതാണെന്നറിയോ? നമ്മുടെ സ്റ്റീം ചെയ്തെടുത്ത ബ്രെഡും ചിക്കൻ സ്റ്റൂവും. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ ആ കോംബോ ഒന്ന് ട്രൈ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ എങ്ങനെയാ, നമുക്ക് ഒരുമിച്ച് സ്റ്റൂ ഉണ്ടാക്കിയാലോ? അപ്പോൾ ഒരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഹോൾ സ്പൈസസ് എല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, സവാള, പച്ചമുളക്, കുറച്ച് ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ടൊരു ബ്രൗൺ കളറൊക്കെ ആയി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ ചിക്കൻ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം കേട്ടോ. അപ്പോഴേക്കും ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വരും. ആ സമയത്ത് നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റും കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് നമുക്ക് ചിക്കൻ കുക്ക് ചെയ്തെടുക്കാം. വെള്ളമൊക്കെ ഒന്ന് വറ്റി ചിക്കൻ ഒരു 1/4 ഭാഗം വെന്ത് വരുമ്പോൾ നമുക്കിതിനകത്തേക്ക് തേങ്ങയുടെ 2ാം പാല് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ചിക്കനും ഉരുളക്കിഴങ്ങും എല്ലാം ഈ 2ാം പാലിൽ കിടന്ന് വേവണം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് അടച്ചു വെച്ച് ചിക്കൻ കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്കിതിനകത്തേക്ക് തേങ്ങയുടെ 1ാം പാല് ചേർത്ത് കൊടുക്കാം. കറിക്ക് നന്നായിട്ടൊരു കുറുകലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാഷ്യൂ നന്നായിട്ട് കുതിർത്ത് അരച്ചെടുത്ത പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ ഫ്ലേവർ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറുതായി തിള വരുമ്പോൾ നമുക്ക് ചട്ടി അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് ഒരു താളിപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു കുഞ്ഞ് ചീനിച്ചട്ടിയിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ കാഷ്യൂനട്ടും റൈസിൻസും ചേർത്ത് മൂപ്പിച്ചെടുക്കാം. കൂടെ തന്നെ നമുക്കൊരു 2 പച്ചമുളകും ഒരു പിടി കറിവേപ്പിലയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ഈ താളിപ്പ് നമുക്ക് സ്റ്റൂവിലേക്ക് ഒഴിച്ച് ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച ശേഷം തുറന്ന് മിക്സ് ചെയ്ത് സ്റ്റീം ചെയ്തെടുത്ത ബ്രെഡിലേക്ക് ഒഴിച്ച് കഴിക്കണം. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ ആഗ്രഹം സാധിച്ചു കേട്ടോ. അപ്പോൾ എങ്ങനെയാ, നിങ്ങൾ ചിക്കൻ വാങ്ങാൻ പോവുമല്ലേ? ഉറപ്പായിട്ട് ട്രൈ ചെയ്യണേ. ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത്.